അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കായി നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബാബു പാസ്റ്റർ, ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കൾ, വിശേഷാൽ അതിഥിയായി കടന്നു വന്നിട്ടുള്ള പ്രിയ റോബിൻ ബ്രദർ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ മാസാവസാനത്തെ ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞ പകൽക്കാലം അതേ ബിജു ബ്രദറിൻ്റെ ഭവനത്തിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് രാത്രിയിൽ അതേ യേശുവിൻ്റെ ഭവനത്തിൽ നമുക്ക് ഇപ്രകാരം കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സമയത്തിന് കർത്താവിന് നന്ദി കരേറ്റുകയാണ്. ഇന്ന് രാത്രിയിൽ പ്രതീക്ഷയോട് നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കും, കർത്താവ് നമ്മോട് ഇടപെടുവാനിടയാകും. ദൈവത്തിൻ്റെ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കുവാനിടയാകും. നമ്മൾ ഉപവസിക്കുന്ന ഒരിക്കലും വൃഥാവായി തീരുകയില്ല. ദൈവത്തിൽ നിലവിളിച്ചിട്ടുള്ള നിലവിളിയൊക്കെ കർത്താവ് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനൊക്കെയുള്ള മറുപടി ഈ ദിവസങ്ങൾ ദൈവത്തിലായിരിക്കുമ്പോൾ നമുക്ക് കേൾപ്പാൻ, ദൈവം നമുക്കുള്ള മറുപടി നൽകുവാൻ നിശ്ചയമായിട്ടിടയായിത്തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ ചില വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്തുവാനിടയായി. കടന്നു വന്നവർക്ക് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയും തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുവാനിടയായി. കഴിഞ്ഞ 36 വർഷങ്ങളായി IPCയോടനുബന്ധിച്ച് കർത്താവിൻ്റെ വേലയിൽ കുടുംബമായി കർത്താവിൻ്റെ ദാസൻ ആയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് സമീപം അവിടെയുള്ള ഒരു സഭയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിലും കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ലോകത്തെവിടെയൊക്കെ ദൈവമാക്കുന്നു അവിടെയൊക്കെ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് തൻ്റെ അഭിഷക്തനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനാൽ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രിയിൽ കർത്താവ് കരങ്ങളെടുക്കട്ടെ, കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഡോക്ടർ സന്തോഷ് ട്രാൻസ്ലേഷൻ സഹായിക്കുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങേ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അങ്ങേ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ആമേൻ. എല്ലാ കരങ്ങളും ഉയർത്തി, ആദരങ്ങളെ ഉയർത്തി ആത്മാവിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കാം. പകലിൽ നമ്മെ അനുഗ്രഹിച്ചവനായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിപ്പാൻ പോകുന്നതിനായി നമ്മുടെ കൈകൾ ഉയർത്തി നന്ദിയോടെ അവനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. For the power of the word of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാനായി സ്തോത്രം ചെയ്യാം. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of our Lord be glorified. കഴിഞ്ഞ പകൽ നമ്മെ അനുഗ്രഹിച്ച നല്ല കർത്താവിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I praise the Lord for the Lord blessed us this morning. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. And God is going to bless us again. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. This evening the Holy Spirit is in our midst tonight. ദൂതന്മാർ നമ്മുടെ നടുവിലുണ്ട്. The angels of the Lord are around us. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കും. The power of the word is working among us. ഇന്ന് രാത്രി ശത്രു ലജ്ജിച്ചു പോകും. This evening the enemy will be defeated. നാമം ഇന്ന് രാത്രി മഹിമപ്പെടും. The name of the Lord will be glorified. എല്ലാ ഇരുട്ടിന്റെ അവകാശങ്ങളും അഴിഞ്ഞു മാറും. Praise the Lord. All
the rights of the evil forces is going to യഹോവയുടെ be വലങ്കൈ broken. ഉയർന്നിരിക്കുന്നു. The hand of the Lord is risen up for us. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. The right hand of God is going to do mighty things for us. ഞാൻ മരിക്കയില്ല, I will not die. ഞാൻ ജീവനോടെ ഇരുന്ന് I will live അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. and Praise the Lord. glorify His name. അത് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. Those who believe, let's praise the Lord. തുടറബ ശംഭുന ശഗരബനബബസിയ Jesus, Jesus, വൈഡബനബബസിയ hallelujah. തുടബന ശംഭുനാദികൾക്കേ break them joy up, 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 hallelujah. Jesus, Jesus. Break them joy up, break them joy up, Victory in the blood of hallelujah. Jesus. Victory in the blood of Jesus. Break them Victory in joy the up, blood of Jesus. hallelujah. Victory in the blood of Jesus. Victory in the blood of Jesus. Hallelujah, holy name, holy name, hallelujah. കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, Let's praise the Lord. കൃപയ്ക്കായി for His സ്തോത്രം grace. ചെയ്യുന്നു, Praise the Lord. for His കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. grace. Hallelujah. 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 പിശാച് നല്ല ഒരു വിശ്വാസിയാ, The devil is a good believer. ആത്മീയനല്ല. He's not spiritual, but പിശാച് നല്ലൊരു പണ്ഡിതനാ, the devil is a good wise man, പക്ഷെ ആത്മീയനല്ല. but he's not spiritual. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, വചനം പഠിച്ചത് കൊണ്ടും അതേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുകയല്ല. We need to know one thing. Just because we have studied the word of God, just because we have the knowledge, we may not be saved. നമ്മൾ സ്പിരിച്വൽ മാൻ ആയിരിക്കണം, ആത്മീയനായിരിക്കണം. We ought to become a spiritual person. ഒത്തിരി ആളുകൾ ഇന്ന് ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, There are many people in the world who know God. വചനം പഠിച്ചിട്ടുണ്ട്, They have even studied the word of God, ആത്മീയരല്ല, but yet they are not spiritual ആത്മീയ സ്വഭാവമില്ല. because they do not have the spiritual attitude. ഈ ഉപവാസ പ്രാർത്ഥന In this fasting prayer, നിന്നെ ആത്മീയനാക്കണം. this fasting prayer must make us spiritual. ഒന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ Let's ആത്മീയനാക്കണമേ. pray, Lord, make me spiritual. ഒരു തികഞ്ഞ ആത്മീയനായി I മാറണം. want to be perfectly spiritual. ആത്മീയന്റെ ലക്ഷണമാണ് പ്രാർത്ഥിക്കും. The sign of a spiritual man is that he will be prayerful. I mean, പ്രാർത്ഥിക്കുന്നവൻ ആത്മീയനാ, A man who prays, he is spiritual. പ്രാർത്ഥിക്കാത്തവൻ ജഡികനാ. The man who do not pray is carnal. ആരായാലും Whoever it is. പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ ജഡികനാണ്. The man who does not pray is a carnal man. ദൈവഹിതത്തിൽ നകന്നു മാറുന്ന എല്ലാ സന്ദർഭങ്ങളും അപകടമാണ്. Every situation where we drift away from the presence of the Lord is dangerous. ദൈവഹിതത്തിൽ നിന്ന് അകന്നു മാറുന്ന എല്ലാ സമയങ്ങളും നമ്മുടെ മുൻപിൽ അപകടകരമായ ടൈമായിരിക്കും. All those moments of separation from the presence of the Lord is dangerous moments. എന്നാൽ ദൈവഹിതത്തിൽ യാത്ര ചെയ്യുന്ന നീ വളരെ സേഫ് സോണിൽ തന്നെയാണ്. But if you walk in the will of the Lord, you are in a safe zone. പിശാചിന്റെ തന്ത്രങ്ങൾ നീ അറിയണം. You need to be aware of the schemes of the devil. നിന്റെ ജീവിതത്തിൽ നിനക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. If you have to go ahead in your life, you ought to be a man of prayer. Hallelujah. Hallelujah. പ്രസംഗം സമയത്തെ ബാധിക്കുമ്പോൾ പ്രാർത്ഥന നിത്യതയെ ബാധിക്കും. Or when the preaching affects the time, your prayer affects eternity. എൻ്റെ പ്രാർത്ഥനയേക്കാൾ ഞാൻ വലിയവനല്ല. I'm not greater than my prayer. പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയെ ദൈവം അറിയും. The Lord knows the one who prays. പ്രസംഗികനെ ലോകമറിയും. The one who preaches, the world will know him. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. But the Lord knows the one who prays. അസാധാരണ പ്രാർത്ഥനയുള്ളവനെ The one who has an extraordinary prayer life, അസാധാരണ അഭിഷേകത്താൽ നിറയ്ക്കും. he will be filled with an extraordinary anointing. അസാധാരണ പ്രാർത്ഥനയുള്ളവൻ അസാധാരണ നന്മ അനുഭവിക്കും. And the one who has the extraordinary prayer will experience an extraordinary blessing. Praise the Lord. Hallelujah. ഏത് ശിശുക്കളുടെയും അധരങ്ങൾക്ക് ശീലിക്കാവുന്ന ലളിതവും അഗാധവുമായ ശുശ്രൂഷയാണ് പ്രാർത്ഥന. Even a little child can easily experience or practice this ministry of prayer. പ്രാർത്ഥനയിൽ ഭാഷാ നിപുണന്മാരില്ല. And there is no one who is competent in the linguistic knowledge of prayer. പാട്ടുകാർ നമുക്കേറെയുണ്ട്.
There are many people who can sing well, കരയുന്നവർ ചുരുക്കം. but there are very few who can weep and cry. പ്രസംഗികർ നമുക്ക് We ധാരാളമുണ്ട്, have many preachers, കരയുന്നവർ ചുരുക്കം. but there are very few who can weep and pray. സംഘാടകർ നമുക്കുണ്ട്, We have many organizers, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ചുരുക്കം. but very few who pray to the Lord. വിദ്യാഭ്യാസമുള്ളവർ നമുക്കുണ്ട്, വിശ്വസ്തന്മാർ കുറവാണ്. We have many educated people, but very few faithful. ഇവിടെ നാം പരാജയപ്പെടുന്നത് കൊണ്ട് എല്ലായിടത്തും പരാജയപ്പെടും. When we are defeated in this area, we are defeated everywhere else. ഇവിടെ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ട് എല്ലായിടത്തും നമ്മൾ തല കുനിക്കുന്നു. Because we are defeated here, everywhere we have to bow our head. പൈസ കൊടുത്താൽ സ്ഥാനം കിട്ടും, If you pay money, you will get a position easily. പ്രാർത്ഥിച്ചാൽ സ്ഥലം കുലുങ്ങും. But when you pray, the place will be shaken. ആമീൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, Hallelujah! ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah! ആമേൻ. ദൈവസന്നിധിയിൽ നീ എത്രത്തോളം പ്രാർത്ഥിക്കും അത്രത്തോളം ദൈവവുമായി നിനക്ക് ബന്ധം ഉണ്ടായിരിക്കും. How much you pray, so much will be your relationship with the Lord. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ആമേൻ, നീ ഒരു ആത്മീയനായിരിക്കണം. Tonight, the Holy Spirit says that you ought to be a spiritual man. രഹസ്യ പാപമുള്ളവൻ, ആമേൻ, സ്തോത്രം, ആമേൻ, രഹസ്യ പ്രാർത്ഥന നഷ്ടപ്പെട്ടവനാ. The one who has secret sin is a person who has lost his secret prayer. ആമേൻ. രഹസ്യ പ്രാർത്ഥനയുള്ളവർ രഹസ്യ പാപം ചെയ്യുകയില്ല. The one who has a secret prayer life will not commit a secret sin. എന്നാൽ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് രഹസ്യമായി ചില കാര്യങ്ങൾ ചെയ്യും. One who prays secretly, the Holy Spirit will do certain things secretly for you. നിന്റെ പ്രാർത്ഥന പോലെ വലുതല്ല ഈ ഭൂമിയിലെ നിന്റെ ജീവിതം. It's not bigger than your prayer is your life in this earth. യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. To Jesus, the disciples told, Lord, teach us how to pray. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. Teach us how to pray. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ആദ്യ ദിവസം തന്നെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുന്നു, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Tonight the Holy Spirit is asking on the first night of this fasting prayer to some people, are you praying? Praise the Lord. Praise the Lord. Hallelujah. രഹസ്യമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Are you praying secretly? പ്രാർത്ഥന മുറി പ്രദർശനം അനുവദിക്കുന്നില്ല. The prayer room do not allow demonstration. പ്രാർത്ഥന മുറി പ്രദർശനം അനുവദിക്കുന്നില്ല. The prayer room do not allow a demonstration. നീ ആരാണോ എന്താണോ അതാണ് നിന്റെ പ്രാർത്ഥനാ റൂം. Who you are, what you are, it is in your prayer room. അഭിനയങ്ങൾക്ക് സ്ഥാനമില്ലാത്ത സ്ഥലമാണ് prayer room. There is no place to show off in the prayer room. ഇന്ന് രാത്രി സഭയോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഉണർവുണ്ടാകാൻ പോകുകയാണ്. To the church I would like to say, you ought to pray, you ought to pray, and you're going to receive a revival. ഇന്ന് രാത്രി ഉണർവിന്റെ ആരംഭം കുറിക്കാൻ പോകുകയാണ്. Praise the Lord. This evening we're going to see the beginning of a revival. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The Lord knows closely every single person who is praying. ഏറ്റവും വേഗതയേറിയ വിമാനം, ആമേൻ, പറന്നു പോകുന്നത് പോലെ ഈ ലോകം നാശത്തിലേക്ക് ഒഴുകി പോകുകയാണ്. Like a supersonic flight that is flying fast, likewise the world is rushing to its destiny and destruction. അതുകൊണ്ട് നിദ്ര വിട്ടുണരാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. Hence the Holy Spirit says that wake up from our sleep. രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. The Holy Spirit says that we may pray late in the night. പ്രാർത്ഥന കാര്യങ്ങളുടെ നിർവഹണത്തിൽ എത്തിച്ചു കൊണ്ടുവരുന്നു. The prayer will bring to the fulfillment of deeds. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. The Lord knows the one who prays. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ന്യായവിസ്താര സഭയിൽ ആമേൻ നമ്മൾ നിൽക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിനായ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. When it is said that we will stand before the judgment seat according to our good or bad what we have done, we all will have to stand before the judgment seat of Christ. ഒരു പ്രസംഗികൻ ന്യായവിസ്താരത്തിന്റെ പ്രകാശനത്തിൽ നിന്നുകൊണ്ട് ഓരോ പ്രസംഗങ്ങളും തയ്യാർ ചെയ്താൽ വലിയ ഉണർവുണ്ടാകും.
If a preacher stands in the light of that judgment seat and prepare every sermon of yours, he will have a deliverance. ഓരോ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ന്യായവിസ്താരത്തിന്റെ പ്രകാശനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് ചാടിക്കയറും. Everyone who prays, if you stand in the light of the judgment seat and pray, you will jump into the spiritual realms. അതുകൊണ്ട് ന്യായാസനത്തിന്റെ പ്രകാശനത്തിൽ ജീവിച്ചാൽ നിങ്ങൾ വിശുദ്ധിയുള്ളവരായി ജീവിക്കും. If you live in the enlightenment of the judgment seat, you will lead a life of sanctification. ഈ ഉപവാസ പ്രാർത്ഥന അതിനായി പരിശുദ്ധാത്മാവ് നിയോഗിക്കുകയാണ്. And the Holy Spirit has appointed this fasting prayer for that purpose. എല്ലാ കാര്യങ്ങൾക്കും സമയം നമുക്കുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. We have time for everything, but we do not have time to pray. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനെ കണ്ടാൽ അറിയാം. Oh, you can know a child of God who prays. പ്രാർത്ഥിക്കുന്നവൻ സഭയ്ക്ക് ഒരു അസറ്റാണ്. A man of prayer is an asset for the church. പ്രാർത്ഥിക്കാത്തവൻ സഭയ്ക്ക് ഒരു തലവേദനയാണ്. The one who do not pray is a headache for the church. ഒത്തിരി സഭയിലും പ്രാർത്ഥിക്കാത്ത ആൾക്കാരെ കൊണ്ട് തലവേദനയുണ്ട്. Oh, many churches have headache with people who do not pray. എൻ്റെ റോയ് പാസ്റ്ററെ, പ്രാർത്ഥിക്കുന്ന ഒരാളെ കൊണ്ട് നമുക്ക് വലിയ അസറ്റാണ്. Oh, Pastor Roy, it's a great asset to have a man of prayer in a church. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. Hence we prepare to pray. പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. Be prepared to pray. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനത്തിലേക്ക് ഞാൻ വേഗം വരാൻ I'm coming into ആഗ്രഹിക്കുന്നു. the word of God that the Holy Spirit has given me tonight. ഇന്ന് രാത്രിയിൽ കർത്താവ് തന്ന വചനം 118 സങ്കീർത്തനം അതിന്റെ 25 വാക്യമാണ്. It is verse 25 of 118 Psalm tonight the Lord has given us. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, ആ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. മതി. താങ്ക് യു. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ. Save us, O Lord. യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. Give us success, O Lord. ഈ വാക്യം ബൈബിളിൽ വായിക്കാത്തവർ കുറവായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ വാക്യം വായിച്ചിട്ടുണ്ട്. All of you would have read this verse in the Bible. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഈ രാത്രിയിൽ നിങ്ങളോട് പറയാൻ ആത്മാവെനിക്ക് പ്രകാശനം തന്ന ഈ തിരുവഴുത്തുമായിട്ട് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുകയാണ്. But tonight the word that the Lord has given me, with that I'm standing in your presence. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒരു ശുഭ ജീവിതം ആഗ്രഹിക്കാത്തവരാരും ഈ ഭൂമിയിലില്ല. Whether it is a believer or an unbeliever, there is not a single person who do not wish for success. ഒരു ലോകമനുഷ്യനായാലും ഒരു ദൈവമനുഷ്യനായാലും അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ശുഭകാലം. A man of God as well as a man of the world, they all wish for a success. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ഭൂമിയിൽ ശുഭപ്പെടാൻ എന്ത് ചെയ്യണം? For a man to experience good in this world, what should they do? പ്രാർത്ഥനയുടെ പ്രഥമ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. Tonight, in the first night of this fasting prayer, the Holy Spirit says, ഒരു ശുഭ ജീവിതം വെളിപ്പെടാൻ എന്ത് ചെയ്യണം? to have a successful life revealed, what must we do? ഒന്ന്, ഒരു പ്രമാണം നിനക്ക് വേണം. We must have a testament, a law. ഒരു പ്രമാണം നിനക്കുണ്ടെങ്കിൽ നിന്റെ ലൈഫ് ശുഭപ്പെടും. If you have a law in your life will be successful. ഒത്തിരി ആളുകളും ഇന്ന് ദൈവിക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി അവർ ജീവിക്കുക. There are many people in the world who have blown away the law of God into the air. എന്നാൽ വചനം പ്രമാണം അനുസരിക്കുന്ന ഓരോ ദൈവമക്കളും ഈ ഭൂമിയിൽ അവർ ശുഭപ്പെട്ടിരിക്കും. But the one who obeys the law, that is the word of God, every single child of God will be successful in this earth. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. In Joshua chapter 1 we see, നീ പോകുന്നിടത്തൊക്കെയും ശുഭമായി ഇരിക്കേണ്ടതിന്. for wherever you go that you may be successful. ആ മലയാള വാക്ക് അവിടെ വന്നിട്ടുണ്ട്. It has come there. നീ പോകുന്നിടത്തൊക്കെയും എന്ന് പറഞ്ഞാൽ ലോകത്തില് ഏത് സ്ഥലത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും നിനക്ക് ശുഭപ്പെടാനുള്ള വഴി പ്രമാണമാണ്. So whichever country in the world you go, the only way for success for you is the law of God.
ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. You should not depart to the right or the left from here. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഗൗരവമായ ഒരു സത്യമാത്. പ്രമാണം വിട്ട് നമ്മൾ മാറരുത്. This is a very important truth that we should not depart from the law of God. പലരും പോയെടുത്ത് ശുഭപ്പെട്ടില്ലല്ലോ. Many people, where they went, it was not good for them. വ്യക്തമായി എനിക്കറിയാം, പലരും പോയ സ്ഥലങ്ങളിൽ ശുഭപ്പെടാതെ ജീവിതത്തിൽ തകർന്നു പോയി. I know many people who were not successful in many places they went, rather they were broken, destroyed. ജീവിതത്തിൽ ഇന്ന് രാത്രി ചിലർക്ക് പറയാൻ കഴിയും, എന്റെ തമ്പുരാന്റെ പ്രമാണം കാത്തു സൂക്ഷിച്ചതിനാൽ ഞാൻ വന്നിടത്തും നിന്നിടത്തും ദൈവനെ മാനിച്ചു. Many can say tonight, because I kept the law of the Lord, wherever I came, wherever I stood, the Lord honored me. ശുഭകാലം എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണം എന്താണ്? What are the signs of times of success? ശുഭകാലത്തിന്റെ ലക്ഷണം നല്ല വീടാണോ? Is it a good house? That's a sign of success. ശുഭകാലത്തിന്റെ ലക്ഷണം നല്ല വാഹനമാണോ? Is it a good vehicle? That is a sign of success. ശുഭകാലത്തിന്റെ ലക്ഷണം നല്ല ജോലിയാണോ? Is it a good job? That is a sign of success. ഇതെല്ലാം നമുക്ക് നല്ലതാ. It's all good to have these. പക്ഷേ ഇതൊന്നും ശുഭകാല ലക്ഷണങ്ങളല്ല. But these are not the signs of success. ബൈബിൾ പറയുന്നു ശുഭകാലത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? But the Bible teaches us what are the signs of success. ഈ ഗ്രന്ഥം പറയുന്നു ശുഭകാലത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ This scripture teaches us the signs of success. ഇയ്യോബ് പറയുന്നുണ്ട് ദൈവം കാക്കുന്ന നാളുകൾ. Job says that the days which the Lord protect, അതാണ് ശുഭകാലം. that is success. ദൈവം കാത്തില്ലെങ്കിൽ നിന്റെ വീട് കൊണ്ടോ നിന്റെ വാഹനം കൊണ്ടോ ജോലി കൊണ്ടോ ഒരു ഗുണവും വരികയില്ല. If the Lord do not secure you, your vehicle, your house, your job is of no meaning. എന്നാൽ ദൈവം കാക്കുന്ന നാളുകൾ ശുഭകാലമാകുന്നു. But the days the Lord secures for you, they are days of success. യോബിന്റെ പുസ്തകത്തില് 29 അധ്യായത്തില് യോബ് പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. We can read what Job says in the book of Job, chapter 29. യോബിന്റെ പുസ്തകം 29 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, When we read from chapter 29 verse 1 onwards. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയത് എന്തെന്നാൽ, അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. Oh, that I were in the months of old, as in the days when God watched over me. വായിക്കാം. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ടോ? ഹല്ലേലൂയ. എന്റെ മക്കൾ എനിക്ക് ചുറ്റുമിരുന്ന എന്റെ ശുഭകാലത്തിലെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. As in my prime days, when my children were all around me, if I was like that, it would have been good. അപ്പോൾ ഇയ്യോബ് എന്ന ദൈവമനുഷ്യൻ പറയുന്നു, എന്റെ ശുഭകാലം, ആമേൻ സ്തോത്രം, എന്ന് പറഞ്ഞാൽ വീടല്ല, ധനമല്ല. നമ്മൾ ധരിക്കുന്ന ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കുന്ന കഴിഞ്ഞാൽ പാവം പിടിച്ചൊരു മനുഷ്യൻ, 3 സെന്റ് സ്ഥലവും ഒരു വീടും. ഇതല്ല. Job, a man of God, says that for me success was not my home, was not my finances. He was not just an ordinary man like we think. He was not somebody with just a 3 cent land and a house. എൻ്റെ ബിനു, സർക്കാർ കൊടുത്ത 3 സെന്റ് അല്ല ഇയ്യോബിന്റെ വീട്. It was not a 3 cent which the government has granted him. റിച്ച് മാനാ. He was a extremely rich man. ഇവിടെ ഇരിക്കുന്ന ആരും അതിന്റെ പുറകെ ചെല്ലില്ല. None of us is comparable to that. പുള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറ്റാക്ക് വന്ന് ഇവിടെ വീണ് മരിക്കും. If we talk about him, we might have an attack. പക്ഷേ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. But all these things was not a concern for him. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Amen. Hallelujah. ഇയ്യോബിനോട് സാക്ഷ്യം പറയാൻ പറഞ്ഞ ഇയ്യോബ് പറയും, ഇതൊന്നും അല്ല എൻ്റെ കാര്യം. If you ask Job to testify, he will say that these are not the things that I boast about. ദൈവം കാക്കുന്ന നാളുകൾ ഈ ഭൂമിയിൽ ശുഭകാല ലക്ഷണം. The days on which the God watched over me, they were the days of prime for me.
ഇന്ന് രാത്രി കണ്ണുനീരോടെ പറയാമോ, എൻ്റെ ദൈവമേ എന്നെ കാത്തുപോകുന്ന നാളുകൾക്കായി സ്തോത്രം. Tonight, can we say this in tears? Lord, we thank you for the days you watch over us. എൻ്റെ തലമുറയെ കാത്തുപോകുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം. Lord, we thank you for the days on which you watch over our children. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ കാത്തു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവരെ കാത്തു. God watched over the people of Israel, his people. In the night he was a pillar of fire. In the day he was a pillar of cloud before them. പകലും രാത്രിയിലും ദൈവം അവരെ കാത്തുപോന്നു എന്നുള്ളത് ജീവിതത്തിൽ അവർക്ക് പറയാൻ കഴിയും. They could testify about this, that day and night the Lord watched over them. അഗ്നിമേഘ തൂണുകളാൽ അടിയാരെ നന്നടത്തി. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെയും നന്നടത്തി. അരുദീനം കൂടെയിരുന്നു അപ്പനെ കാടാക്ഷിക്കുക. നിന്റെ ഗീതം പോലെ നിത്യം നാട തീടണമേ. നിന്റെ ഗീതം പോലെ നിത്യം നാട തീടണമേ. എൻ്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഗീതം പോലെ നിത്യം നാട തീടണമേ. നിന്റെ ഗീതം പോലെ. ഹല്ലേലൂയ. അഗ്നിമേഘത്തൂണുകളാൽ It was through pillars of fire. ദൈവം തന്റെ ജനത്തെ നടത്തി. The Lord led his people. നമ്മുടെ ജീവിതത്തിൽ ദൈവം കാക്കുന്നുണ്ടോ? Is the Lord watching over our lives? ആ നാളുകൾ ശുഭകാലമാകുന്നു. Those days are successful days. ആ നാളുകൾ ഭാഗ്യ നാളുകളാകുന്നു. Those days are blessed days. ഇയ്യോബിനും തന്റെ വീടിനും തനിക്കുള്ളതിന് ചുറ്റുമായി അവൻ വേലി കെട്ടി. The Lord had put a fence around Job and all that he had. നമ്മൾ വീടിന് മുമ്പിൽ കെട്ടിയിരിക്കുന്ന മതിലൊന്നും അല്ല നമ്മുടെ സുരക്ഷിതത്വം. The boundaries that we have before our homes, they are not our protection. ഇവിടെ എത്ര വലിയ ഗേറ്റ് വെച്ചാലും ഒന്നും സുരക്ഷിതമാവുകയില്ല. Howsoever big a gate we erect, we are not secure. നമ്മളറിയാത്തൊരു ഗേറ്റ്, ഒരു വേലി തമ്പുരാൻ കെട്ടിയിട്ടുണ്ട്. But there is a gate, there is a fence which is unseen to us. The Almighty has erected it for us. ഈ ദിവസം വരെ ദൈവം അത് കെട്ടിയിട്ടുണ്ട്. And the Lord has kept it till date. ശത്രുവിനെ തൊടുവാൻ കഴിയാതെ വണ്ണം കെട്ടിയിരിക്കുകയാണ്. He has put up that fence so that the enemy will not transgress that. ഇയ്യോബിനും തന്റെ ഭവനത്തിനും തനിക്ക് ഉള്ളതിനും ചുറ്റുമായി അവൻ വേലി കെട്ടി. For Job, for his home and for all that he had, the Lord had erected a fence. ഞാനത് വായിച്ചപ്പോൾ ഒത്തിരി സ്തോത്രം ചെയ്തു. When I read that, I praised the Lord abundantly. നമ്മളിവിടെ സുരക്ഷിതത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. We don't have to do anything for our protection. ദൈവം കാക്കണം. The Lord has to watch over us. ദൈവം കാക്കുന്ന നാളുകൾക്കായി സ്തോത്രം. We praise the Lord for the days on which the Lord watches over us. എൻ്റെ മകൻ റോബിൻ ബാബു സ്തോത്രം പൈതൽ ഇപ്പോൾ മെൽബണിലുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സിറ്റിയിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി എൻ്റെ മകന്. For many years ago, my son Robin Babu, who lives in Melbourne, he had an accident in Calicut City.
ഞാനിത് പറയുന്നത് ദൈവം കാക്കുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം. I praise the Lord for the days the Lord watches over us. അന്ന് ആ രാത്രിയിലോ ആ ദിവസങ്ങളിലോ ഞാൻ ആ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. I was not in the country on those days. ഞാൻ ദുബൈയിലെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് 7 ദിവസം ശുശ്രൂഷിക്കാൻ വേണ്ടി കിടന്നു. I was ministering in Dubai for a fasting prayer for 7 days. ആമേൻ. മല്ലപ്പള്ളി ജോസ് പാസ്റ്ററുടെ സഭയിൽ ദുബായിൽ ഞാൻ 7 ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി. I was ministering in Joe's pastor's church in Dubai. അനുഗ്രഹീതമായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. It was a very blessed ministry that was going on. അപ്പോൾ ദുബൈയിൽ നിന്ന് ഒരു അഭിഷക്തൻ കോഴിക്കോട് എയർപോർട്ടിൽ അത് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. An anointed man of God from Dubai had to come over to Calicut. ആ ദൈവമനുഷ്യനെ വാഹനത്തിൽ കയറ്റി വയനാട്ടിൽ എത്തിക്കണം. And this man of God had to go to Wayanad and he had to be taken in the car. ആമേൻ. അന്ന് വളരെ കൊച്ചുപ്രായമായിരുന്ന എൻ്റെ മകൻ റോബിനെ ആമേൻ ഞാൻ ആ കാര്യം ഏൽപ്പിച്ചു എയർപോർട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. I entrusted my son Robin for that purpose and I sent him to the airport. എന്നാൽ അവിടെ ഒരു സിഗ്നലിന് മുൻപിൽ രാത്രി 1 മണിക്ക് വാഹനങ്ങളൊന്നുമില്ലെങ്കിലും സിഗ്നൽ കാത്തു കിടക്കുകയായിരുന്നു എൻ്റെ മകൻ. My son was waiting at a signal even though there were no vehicles coming that way. മറ്റു വാഹനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. There were no other vehicles. എന്നാൽ ഒരു നാഷണൽ പെർമിറ്റ് ലോറി പുറകിൽ നിന്ന് പാഞ്ഞു വരുന്നത് കണ്ടു. He saw a national permit lorry was coming fast behind. ആ ഡ്രൈവർ ഉറങ്ങിപ്പോയി. The driver was asleep. 1 മണി രാത്രിയാണ്. It was 1 a.m. in the morning. എൻ്റെ കുഞ്ഞിന്റെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. And he just crashed onto my child's car. ദൈവം കാക്കുന്ന നാളുകൾക്കായി സ്തോത്രം. I praise the Lord for the days in which the Lord protects us. ആ വാഹനം തകർന്നു പോയി. The vehicle was totally destroyed. അർദ്ധരാത്രിക്ക് ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയെ വന്ന് ഇടിച്ചാൽ എന്തോ സംഭവിക്കുന്നു നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ട. I need not tell you what will happen if a lorry comes and crashes onto the car. ദൂതൻ ഇറങ്ങി വന്ന രാത്രിയായിരുന്നു. But it was a night when the angel of the Lord descended for me. അതാണ് ദൈവത്തിന്റെ കാവൽ. And that is the protection of our Lord. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം Those who ചെയ്യട്ടെ. believe, raise your hands and praise the Lord. നമ്മുടെ ദൈവം കാവൽ ചെയ്യുന്ന ദൈവമാണ്. Our God is a God who watches over us. കാത്തുപോരുന്ന നാളുകൾ. Praise the Lord for the days in which He watches over us. അതുകൊണ്ട് വീടുണ്ടായാലും ജോലി ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ഈ ഭൂമിയിൽ എന്തുണ്ടായാലും ശുഭകാല ലക്ഷണങ്ങളല്ല. Whether we have a house, whether we have finances, whether we have a job, whatever we have in this world, that's not the sign of success. അവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചോ. ആമേൻ. ആ വാക്യം 29 നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ. Very clearly we can read it in Job 29. അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത വാക്യം. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ അപ്പോൾ പ്രകാശിച്ചു. 1 ദൈവം കാക്കുന്ന നാളുകൾ ശുഭകാലം. 2 ആമേൻ സ്തോത്രം ആ ദീപം തലയ്ക്ക് മീതെ കത്തുന്നെങ്കിൽ ശുഭകാലം. The days on which God watches over you are good days, and if the lamp of God shines over us, they are days of prime. അപ്പം നമ്മൾ അറിയുന്നില്ല കേട്ടോ, നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ദീപമുണ്ട്. We do not know this, but there is a lamp that is shining over our heads. ആ ദീപം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. And that lamp continues to shine. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നീ ജീവിച്ചിരിക്കുന്നത്. And that's the reason why we are alive. ആ ദീപം കെട്ടുപോകുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. That lamp do not go dim. ആ പ്രകാശത്തിലാണ് നീ ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. It is in that light that we are walking tonight. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല. This sun will not be set. വിശ്വസിക്കുന്ന രാമയും പറഞ്ഞാട്ടെ. Those who believe, let us praise the Lord. ആ ദീപം എന്റെ തലയ്ക്ക് മീതെ കത്തുകയാണ്. That lamp is glowing over my head. അതുകൊണ്ട് ഇരുട്ടിലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. Hence even in darkness I can travel. അപ്പൊ ദീപം തലയ്ക്ക് മീതെ കത്തുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇരുട്ട് വന്നാലും തമ്പുരാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. When the lamp is shining over my head, something is happening. Even if we face darkness, you are protected by the Lord. അപ്പൊ ശുഭകാല ലക്ഷണം 1 Signs ദൈവം of success. കാക്കുന്ന നാളുകൾ. God, the days God watches over us. ശുഭകാല ലക്ഷണം 2 ആ ദീപം തലയ്ക്ക് മീതെ കത്തുന്നു എങ്കിൽ ശുഭകാലം. Second sign of success is that if the lamp shines ശുഭകാലത്തിന്റെ over our head. ലക്ഷണത്തിൽ 3ാമത് പറയുന്നു. Thirdly, we can see another sign. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത. The presence of the Lord was there with my tent.
അപ്പോൾ ഉന്നതന്മാരോടുള്ള സഖ്യതയും ബന്ധമൊന്നും വെച്ചോണ്ട് പോയാൽ രക്ഷപ്പെടുകയല്ല. Fellowship or friendship with the great people will not save us. നീ പാർക്കുന്ന നിന്റെ വീട്ടിൽ നിന്റെ കർത്താവിനൊരു സഖ്യത വേണം. Yeah, the house in which you live, you must have a friendship, a fellowship with your God. നിന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കണം. Inside your tent there must be the fellowship of your God. ഉന്നതന്മാരോട് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ ഉലകിൽ ഒരു പ്രശ്നവുമില്ല. Even if you don't have relationship with great people in this world, you can still survive. നിന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത വേണം. Inside your home you must have fellowship with God. അതാണ് ശുഭകാല ലക്ഷണം. That is a sign of success. ഇനി അടുത്ത് തീർന്നില്ല. യോ പറയാണ്, മക്കൾ എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാം. അപ്പൊ മക്കൾ എവിടെയായിരിക്കുന്നേ? Where ചുറ്റുമിരിക്കുന്ന കാലം. Where should be the children? They should be around. അതിനെപ്പറ്റി ശരിക്കും വേദശാസ്ത്രികൾ പറയുന്നത് മക്കൾ കൃപയിൽ നിൽക്കുന്ന കാലം ശുഭകാലം. Biblical scholars says that the days in which children stay in the grace of God, these are the good days. തലമുറ കൃപയിൽ നിന്ന് പോയാൽ കഷ്ടകാലം. If your children they drift from the grace of God, they are evil days for you. കൃപയിൽ നിൽക്കുന്ന കാലം ഏറ്റവും നല്ല കാലമാണ്. The days in which they stand in the grace of God, those are the best days, good days. ഇവിടെ മക്കളെയൊക്കെ വളർത്തുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പനമ്മമാർ ഇവിടെയുണ്ട്. ഡാഡി മമ്മിയൊക്കെ ഇവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയണം. There are so many parents who are bringing up children here. You ought to weep for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം പറയുന്നുണ്ടോ? Are your children praising the Lord? ചുമ്മാ ചോദിച്ചാ, വെറുതെ ചോദിച്ചാ, നീ ഇടയ്ക്ക് സ്തോത്രം പറയുന്നുണ്ടോ പിള്ളേര്? I'm asking you this question. Are you praising the Lord? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചൻ ഞാൻ നോക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ പുള്ളി വേദോത്സവത്തിനകത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ എൻ്റെ ധാരണയും വലിയ ആത്മീയനാണല്ലോ എന്നാ. So a couple of days ago when I was preaching, I saw a boy who was paying attention to his Bible when I was preaching. I thought he's a very spiritual boy. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. കർത്താവ് വചനത്തിൽ നിന്ന് കണ്ണ് പറിക്കുന്നില്ലല്ലോ. So I was so happy. Oh Lord, he's not taking his eyes away from the word of God. പുള്ളി നമ്മളെ പറ്റിക്കുകയായിരുന്നു. He was actually cheating us. പുള്ളി നല്ല മൊബൈലൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. He was keeping a mobile there and he was playing with the Bible in front. പുള്ളി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. He was not paying any attention. പുള്ളി മൊബൈലിനകത്ത് മൊബൈൽ വിഴുങ്ങി. He was indeed swallowing the mobile. നമ്മുടെ പിള്ളേർ കൃപയിൽ നിൽക്കണം. Our children must stay in the grace of God. ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം, സ്തോത്രം പറയുന്നുണ്ടോ? You need to examine and check whether they are praising the Lord. ആമേൻ. ദൈവസഭയെക്കുറിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് അഭിമാനമുണ്ടോ? Are these children are they proud of the church of God? പാസ്റ്ററെക്കുറിച്ച് ഈ പിള്ളേർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? Do they have any concern about the pastor of the church? നിങ്ങൾ ചിരിക്കണ്ട, ഞാൻ കാര്യം ഉപദേശിയുടെ പേര് പോലും അറിയത്തില്ല. Some people even don't know the name of the pastor. ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, പാസ്റ്ററുടെ പേരത് എന്തോ ഒരു പിടുത്തമില്ല. I asked one kid, what's your pastor's name? He said, no, I don't know. ചിരിക്കുമ്പോഴും നമുക്ക് വേദനയുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല നമ്മുടെ യുഗത്തിൽ. നമ്മുടെ പിള്ളേര് നമ്മുടെ കൂടെ യാത്ര ചെയ്യണം. അവരെ പാട്ട് പഠിച്ചും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും ദൈവത്തെ ആരാധിക്കുന്ന തലമുറയായി മാറണം. In this age our children should travel together with us. They must be praising the Lord. They must be worshiping the Lord. They must be glorifying the Lord. സഭായോഗത്തിൽ വരുമ്പോൾ ഈ കുഞ്ഞ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. When the children comes inside the prayer meeting, they must be worshiping the Lord, praising the Lord. അത്രയും ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ സഭയിൽ ഉണ്ടാകണം. Such a spiritual environment we should have in our church. അങ്ങനെ മമ്മി പറയും, കൊച്ചിന് വയ്യെങ്കിൽ മോൻ വീട്ടിൽ ഇരുന്നോ. പിന്നെ How can this happen? Usually moms tell the children, oh, if you are sick, you need not come to church. ഇവിടുത്തെ കാര്യമല്ല, കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. I'm not talking about what's happening here. It's happening in ഞായറാഴ്ച Kerala. ട്യൂഷനും വിട്ടിരിക്കുക. കാരണം ഞായറാഴ്ചയും കൂടെ പഠിച്ചെങ്കിലേ കൊച്ചെന്ത് ചെയ്യുള്ളൂ. And nowadays children have to go to tuition on Sundays. Only if they study on Sunday as well, they can be successful, they think. നമ്മുടെ തലമുറ ആമീൻ വല്ലാത്തൊരു ആപ്പിലേക്ക് പോയി. Our children is walking into a trap. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. We need to pray for them. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We need to pray for our children. അവർ ശുഭപ്പെടണമെങ്കിൽ ഒരു പ്രമാണം അവർ എടുത്ത് പിടിക്കണം. If they ought to be successful, they ought to take hold of a law. അവർക്ക് ആമേൻ ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഈ പുസ്തകം കൊടുത്തേച്ച് വേണം നീ മരിക്കാൻ. Even if you have nothing to give to them, you must be able to give them this book and then die. ഈ പ്രമാണം അവർക്ക് കൊടുത്തേച്ച് പോയാൽ അവർ ലോകത്തിന്റെ ഏത് അതേ സ്ഥാനത്താണെങ്കിലും രക്ഷപ്പെടും. If you give them this law, wherever
whichever part of the world they are, they will be saved. നിന്റെ തമ്പുരാന്റെ വാഗ്ദത്തം മരിക്കില്ല. The Lord's promises upon you will not die. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഡെഡ് അല്ല. The Lord's promises are not dead. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നവയാണ്. The Lord's promises are alive. അവൻ ഭോഷ്ക് പറയാൻ മനുഷ്യൻ അല്ല. He is not a man that he may lie. അവൻ ദൈവമാണ്. He is God. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഊവന്ന. His promises are yes and yes. ഇന്ന് രാത്രി വിശ്വസിക്കുക, നിന്റെ ഭാവി ശുഭപ്പെടാൻ ഈ പ്രമാണം നീ ഉയർത്തിപ്പിടിക്കുക. Tonight you believe it. If you lift this Lord, your days will be successful. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് ഈ കുഞ്ഞുങ്ങളോട് ദൂത് പറയുകയാണ്. Tonight I want to give a word to these children here. മക്കളെ, ശുഭപ്പെടണമോ? If you want to be successful, ഈ പുസ്തകം എടുത്ത് ദൈവത്തെ ആരാധിക്കണം. you must lift this book and worship the Lord. ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കണം. Without being ashamed, you must worship the ലജ്ജ Lord. കൂടാതെ ദൈവത്തെ സ്തുതിക്കണം. Without any shame, you must ഈ praise the Lord. ദൈവമാണ് ആമേൻ എന്നെ ലിഫ്റ്റ് ചെയ്യേണ്ടത്. It is this God who is going to raise you യഹോവേ up. രക്ഷിക്കണമേ. Oh God, save us. യഹോവേ ഞങ്ങൾക്ക് ശുഭത തരണമേ. Oh God, give us success. യഹോശാഫാത്തും സംഘവും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. Jehoshaphat and his people, they declared a fast. എന്തിനാണെന്നറിയാമോ? സബ്ജക്റ്റ് എന്താ അറിയാമോ? You know what? ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും എന്തോ വേണം? ഒരു ശുഭയാത്ര. Ezra and they proclaimed a fast so that we and our children may have a successful journey. അപ്പൊ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. They declared a fast. ചിലർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തണോ? നമ്മൾ രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? Some people may ask, do we need to proclaim a fast? Can't we just pray secretly? ഉപവാസം പ്രസിദ്ധപ്പെടുത്തണം. We need to proclaim the fast. ഇത്ര ദിവസം ഞങ്ങൾ ഇരിക്കാൻ പോവാന്ന് പറയണം. We need to say that we're going to sit for so many days. അപ്പോഴേക്കും ഈ സാത്താൻ അവന്റെ പദ്ധതിയുമായിട്ട് പുറകോട്ട് മാറും. And then the devil will drift back with his schemes. ഈ സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ മൃഗം, രാജാവാ. The lion is the king of the forest. അപ്പൊ ഈ ലയൺ സിംഹം ഇരയെ പിടിക്കുന്ന എങ്ങനെ അറിയാവോ? You know how the lion catches his prey? ആദ്യം ഒരു ശബ്ദം ഉണ്ടാക്കും. First he roars. ആ ശബ്ദം കേൾക്കുമ്പം ഈ ഇര പകുതി ചാവും. And when he hears this roaring sound, this prey dies half dead. പകുതി ഡെത്തായി പോവും. He's already half dead. പിന്നെ പുള്ളി ഈസിയാ. Then it's very easy for the lion. വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. He will handle it very easily. ഇതുപോലെയാണ് ഉപവാസം. That is how the fasting is. ഉപവാസത്തിന് മുമ്പേ ഈ ശബ്ദം അങ്ങ് പുറപ്പെടുവിക്കണം. So we need to make a proclamation before the ഞങ്ങൾ fast. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകും. We're going to fast and pray. അപ്പൊ പിശാച് പകുതി അങ്ങ് ഒന്ന് ഭയപ്പെട്ട് നിൽക്കും. And the devil will be immediately be afraid, half afraid. അത് കഴിഞ്ഞ് നീ മുട്ട നിൽക്കണം. Then you need to stand on your knees. നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. You need to fast and pray. പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. Whatever do not happen with just prayer, you need to fast and pray. ചില ആൾക്കാർ പറയും ഉപവസിക്കുന്ന പാസ്റ്റർമാർക്ക് കഴിവില്ലെന്നാ പറയും. Some people say that these people who are fasting and praying, they do not have their own ability. തിരുവനന്തപുരത്ത് മിടുക്കം പറഞ്ഞതാണ്. There's a very smart guy said, ഉപവസിക്കുന്ന പാർട്ടികൾക്കൊന്നും ഒരു ബലവും കഴിവും. these people who are really fasting and praying, they do not have any strength of their own. വിദ്യാഭ്യാസ കുറവുള്ളതുകൊണ്ടാണ്. ശരിയാ. It's because they are uneducated, that's why they are fasting. It's വചനം true. ശരിയായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഉപവസിക്കുന്നത്. They say that he said that they do not know the word of God, that's why they are fasting. എടാ മണ്ട, അത് തന്നെയാണ്. You fool, it is true, that's true. കഴിവില്ലാത്തതുകൊണ്ട് തന്നെയാണ്. It's because we don't have the ability, that is why we are doing it. ഇന്നാളൊരു പുള്ളി പൂത കളക്കി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നു. So when the demon, one fellow was demon possessed and he came with a certificate. നീ പോവെന്ന് ചോദിച്ചു. Then they asked, will you go? പുള്ളി പറഞ്ഞു 3 കോളേജിലെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞു. Here I have got 3 certificates. 3 കോളേജിലെ സർട്ടിഫിക്കറ്റ് കാണിച്ച് പുള്ളി എന്ത് ചെയ്യാ? And the demon showed him 3 certificates and said, ഭൂതത്തെ ഭീഷണിപ്പെടുത്തുക. no, the man showed 3 certificates and tried to terrorize the demon. ഭൂതം പറഞ്ഞു കത്തിക്കേണ്ടവൻ കത്തിക്കേണ്ട, നീ മാറിപ്പോവാൻ. So the demon said, the one who they ought to burn, let him burn, you walk away. കാര്യം ഞാൻ ഈ പറയുന്നത്, ഞാൻ കേട്ടോണ്ടിരിക്കുക. കത്തിക്കേണ്ടവൻ കത്തിക്കട്ടെ, നീ ഇട്ടേച്ച് പോവാൻ. The one who ought to set the flame on fire, he let him do that, you better go away. എടാ ഭൂതത്തിന്റെ മുമ്പിലൊന്നും ഈ ഡിഗ്രിയും സർട്ടിഫിക്കറ്റ് ഒന്നും വില പോവുകയല്ല. Before the demon, this degree, this certificate and all, it's of no value. ആമേൻ, സ്തോത്രം. അപ്പൊ ഇതൊക്കെ വരുമ്പോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ചില ആൾക്കാർ പേടിച്ചു മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. I've seen people who are morbidly afraid and withdrawing when they see such things. എന്ന് പറഞ്ഞാൽ
ദൈവകൃപ ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഭയമാണ് നമുക്ക്. If we do not have the grace of God, all these things really makes us afraid. ബൈബിൾ കോളേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഭൂതം പോകത്തില്ല. The demon will not go if you show a Bible college certificate. പണ്ടൊരു ഭൂതത്തോട് ചോദിച്ചാൽ എപ്പോ പോകുന്നു ചോദിച്ചു. Once upon a time, somebody asked a demon, when will you go? ഊണ് കഴിയുമ്പോൾ പൊക്കോളാന്ന് പറഞ്ഞു. He said, after food I can go. മാസമായിരുന്നു. It was a monthly prayer. പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഒരാളിരുന്ന് ഇങ്ങനെ ആടുക. Then he saw one man was shaking there. ഭൂതമൊന്നും അല്ലായിരുന്നു. He was not demon. ആ പാവം പിടിച്ചവൻ ആരാധിച്ചുകൊണ്ടിരിക്കും. He was just worshipping. ഭയങ്കര കൃപ, ഭയങ്കര അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ചെന്നതാ. So a man with a big anointing, he went there. ദൈവകൃപ വേണം. You need to have the grace of God. ഇതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ പുള്ളി എന്ന് ഇളക്കാൻ നോക്കുക. Then he went there and he saw this man shaking and he wanted to really, he thought he is demon possessed. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പൊക്കോളാം. He said, I will go. അപ്പോ ദൈവകൃപ പ്രാപിച്ചാലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. So it's only if you have the grace of God you can discern all these things. ആമേൻ. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ഈ ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവൻ അറിയാം അത് ഭൂതമാണോ ആത്മാവ് ഏതാന്നൊക്കെ അവന് വിവേചിക്കാൻ പറ്റും. The one who is led by the Spirit of God will know whether it's a demon or which spirit is God. ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷക്തന് ഇത് ആരും പറഞ്ഞു കൊടുക്കണ്ട, അവന് വിവേചിക്കാൻ പറ്റും. An anointed of the Lord will need not be taught, he can discern it. പരിശുദ്ധാത്മാവ് ആമേ കൃത്യമായി ആ ശുശ്രൂഷ ചെയ്തെടുക്കും. The Holy Spirit will correctly do that ministry. വചനം പ്രസംഗിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. When the word of God is preached, the demons will depart. നമ്മൾ ഭായും പോയി ഒന്നും പറയണ്ട. We need not use any other expression. വചനം പ്രസംഗിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോകും. When the word of God is being proclaimed, the evil spirits will run away. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ് ആമേൻ സ്തോത്രം നീ അഭിഷേകത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. The Holy Spirit tells us that we must stand with an anointing. ആമേൻ. രക്തത്താൽ ജയം. Victory in the blood of Jesus. ദൈവകൃപയിൽ നിന്നാൽ നീ ചെല്ലുന്നിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. If you stay in the grace of God, wherever you go, the Holy Spirit will do what is needed. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Raise your hands and praise the Lord. അഭിഷേകത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. You ought to stand with the anointing. ഇതിനെയൊന്നും പേടിക്കാനും ഭയപ്പെടാനൊന്നും ഇല്ല. നീ ദൈവകൃപയിൽ നിന്നാ മതി, നിന്നെ ഭയപ്പെടും. Nothing for you to fear, nothing for you to be afraid. You just stand in the grace of God and they will fear you. നിനക്കൊരു കഴിവില്ലെങ്കിലും Even if you have no ability, ദൈവം നിനക്ക് അഭിഷേകം തന്നാൽ if the Lord anoints you, നീ ഒരു വലിയ മിനിസ്ട്രി ചെയ്യും. you will do a great ministry. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. Hallelujah. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. Raise your hands and praise the Lord. ഞങ്ങൾ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെ കൂടെ അന്ന് 12 പേരുണ്ടായിരുന്നു ഗ്രാജുവേഷൻ സമയത്ത്. There were 12 people who graduated together with me from the Bible college. അന്നേരം ഞങ്ങൾ ഇത്രയും പേർ ഇറങ്ങുമ്പോൾ ഒരു ബിജു എന്ന് പറയുന്നൊരു സഹോദരൻ ഗ്രാജുവേഷൻ സമയത്ത് ഇവന് പഠിക്കാൻ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നിനും പാസ്സായിട്ടില്ല. അതുകൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു ബിജുവിന് ഗ്രാജുവേഷൻ ഇല്ല, ബാക്കി എല്ലാവർക്കും ഗ്രാജുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. At that time there was a man named Biju. He was not intelligent enough to pass any of the subjects, so he was not graduated. Everyone else was graduating. ഗ്രാജുവേഷൻ ദിവസം ഞങ്ങൾ എല്ലാവരും കൃത്യമായ സമയത്ത് എത്തിച്ചേർന്നു. ഈ ബിജുവും വന്ന് നിൽക്കുന്നുണ്ട്. At that time we all came at the right time and Biju was also there. അപ്പോൾ ബിജുവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല, പക്ഷേ പകരം പ്രാർത്ഥിച്ച് കൈവച്ച് ഇദ്ദേഹത്തെ മാന്യമായിട്ട് യാത്രയാക്കും. So Biju will not get a certificate, but he will be honored by praying, laying hands and praying for him, and he will be sent out. കാരണം ഒരു സബ്ജക്റ്റിനും മാർക്ക് കിട്ടിയിട്ടില്ല, പാസ്സായിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ നിയമമനുസരിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് വിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. So because he could not pass any of the subjects according to the law of the institution, he could only be sent out without a certificate. അപ്പോൾ പ്രിൻസിപ്പൾ പാസ്റ്റർ കെ.എം. ജോസഫ് IPCയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ സഹോദരനോട് വലിയ സ്നേഹമാണ്, ഇവനെ ദൈവം ഉപയോഗിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഞാൻ നിസ്സഹായനാണ്, എനിക്ക് ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല. Pastor K.M. Joseph was the principal of that time. He said, I love this brother so much, I know the Lord is going to use him, but I am unable to give him a certificate. അവനെ ആദ്യം വിളിച്ച് മുട്ടേ നിർത്തി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. First he was called, made him to kneel down, and they prayed for him first. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ ബിജു, നിനക്ക് സർട്ടിഫിക്കറ്റ് തരുവാൻ എനിക്ക് കഴിയുന്നില്ല. Oh Biju, I am unable to give you a certificate. എന്നാൽ ദൈവം നിന്നെ ഉപയോഗിക്കും. But the Lord will use you.
നീ ഒരു വലിയവനാകും. you will become great. ഈ സർട്ടിഫിക്കറ്റിനേക്കാൾ വിലയുള്ളതൊന്നും നിന്റെ കയ്യിലുണ്ട്. You have something which is more valuable than this certificate. എന്നിട്ട് ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. And asked him to take a paper. ആ പേപ്പറിൽ ഒരു പേന കൊണ്ട് എഴുതാൻ പറഞ്ഞു. Asked him to write with pen in that paper. അപ്പൊ എഴുതാൻ പോലും ശരിക്കും അവന് നന്നായിട്ട് അറിയത്തില്ല, എങ്കിലും എഴുതും. അവന് എഴുതാൻ പറഞ്ഞു, എവിടെ വച്ചെങ്കിലും എപ്പോഴെങ്കിലും ദൈവം എന്നെ ഉപയോഗിക്കണമേ. Oh, he could not write properly, but he asked him to write, Lord, somewhere, sometime, please use me, Lord. ഈ പേപ്പർ എഴുതി ശേഷം അവനെ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. And he asked him to raise that paper. വീണ്ടും അവനെ തലകൈ വെച്ച് പ്രാർത്ഥിച്ചു. Then again, pastor laid hands over him and prayed for him. ഇതാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു. And he said, this is your certificate. അത് മടക്കി അവൻ പോക്കറ്റിലിട്ടു. He folded it and kept it in his pocket. നീ എപ്പോഴും ഇത് കൈ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. You should hold it in your hand and pray every time. അവൻ എല്ലാവരും സർട്ടിഫിക്കറ്റ് മേടിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. When everybody received their certificates, he അവൻ wept. ആ പേപ്പർ ഉയർത്തിപ്പിടിച്ചു. He lifted that paper. സദസ്സ് മുഴുവൻ കരഞ്ഞു. The entire congregation cried. എവിടെ വച്ചെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കണം. Somewhere at some time, oh Lord, use me. അങ്ങനെ അവൻ പ്രാർത്ഥിച്ച് ആ കോളേജിന്റെ പടി ഇറങ്ങി. And after praying like that, he left the steps of those college. അനേക ദിവസങ്ങളായി അവൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ മാത്രം ചെന്ന് പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തുന്നു. മറ്റൊരു കാര്യം അവന് ചെയ്യാൻ അറിഞ്ഞുകൂടാ. So he could not do anything else. He went to his home, he kneeled down and prayed. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവശബ്ദം അവൻ കേട്ടു. He heard the voice of the Lord. ഏതോ ഒരു സ്ഥലത്തേക്ക് ഈ സ്റ്റേറ്റ് വിട്ട് ഏതോ ഒരു സ്ഥലത്ത് ഇവന് ഒരു ദൈവദാസന്റെ കൂടെ സഹശുശ്രൂഷകനായി നിൽക്കുവാനുള്ള ഒരു സന്ദർഭമുണ്ടായി. God gave him an opportunity to go and be a co-worker with a servant of God in another state. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ അദ്ദേഹത്തെ സ്വീകരിച്ചേച്ചു പറഞ്ഞു, നിന്റെ വിദ്യാഭ്യാസ കുറവോ കഴിവുകേടുകളോ എനിക്ക് വിഷയമല്ല, നീ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് ദൈവനോട് പറഞ്ഞു. The servant of God received him and said, you do not have education, it doesn't matter to me. The Lord told me that you're a man of prayer. ആ പാസ്റ്ററുടെ കൂടെ അവൻ താമസിച്ചു. He stayed with that pastor. ആ പാസ്റ്റർക്ക് സഹായിയായി മാറി. He became a helper for that pastor. അങ്ങനെ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. And days went by. ഏത് സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. He will always pray. മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. Hours and hours he'll pray. പാസ്റ്റർക്ക് ഇവനോട് വലിയ സ്നേഹമായി. Pastor really loved him so much. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ കരയുന്നതും ഒക്കെയാണ് കാണുന്നത്. All that they could see was that he was in tears when he prayed. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു. Why do you cry? എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. I did not get a certificate. അവിടുന്ന് കിട്ടിയത് ഇതാന്ന് പറഞ്ഞു. All that I got is this. അത് എവിടെ വെച്ചെങ്കിലും എപ്പോഴും ദൈവം എന്നെ ഉപയോഗിക്കും. Somewhere at some time God will use me. അത് കേട്ടപ്പോൾ ദൈവദാസനും വളരെ കരച്ചിലും സങ്കടമൊക്കെ തോന്നി. And even that servant of God wept for him and prayed. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പരസ്യയോഗത്തിന് വേണ്ടി ഒരു പ്രധാന പട്ടണത്തിന്റെ ഒരു പ്രധാന സ്ഥലത്തേക്ക് പരസ്യയോഗത്തിന് വേണ്ടി വളരെ ആളുകൾ ഒരുപാട് തിങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇവർ സഭയായി പാസ്റ്റർ ഒരുമിച്ച് കടന്നുപോയി. After many weeks they went to a place where an open air meeting was being conducted, in a place where many people were gathered. അവിടുത്തെ പാസ്റ്റർ നല്ല പ്രസംഗികനാണ്. And that pastor was a good preacher. കവലയിൽ നിന്നുകൊണ്ട് നന്നായി പ്രസംഗിച്ചു. He preached very nicely. ധാരാളം ആളുകൾ കൂടി. There were so many people who gathered there. വാഹനമെല്ലാം ബ്ലോക്കായി. And the vehicles were blocked. ശക്തമായി സുവിശേഷം പ്രസംഗിച്ചു. There was very strongly the word of God was proclaimed. നൂറുകണക്കിന് ആളുകൾ കൂടി. Hundreds of people gathered. ഈ പ്രസംഗത്തിനിടയിൽ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു സഹോദരൻ നടുറോട്ടിൽ ബഹളം വെച്ച് നുരയും പദമൊക്കെ വന്ന് വീണു. There was a man who was possessed by the demon. He fell in the middle of the road. അവനിൽ ദുരാത്മാവ് ഇളകി. He had a demon manifested in him. ആ സമയത്ത് പാസ്റ്റർക്ക് ഒരു ഭയം ഉണ്ടായി. At that time the pastor became afraid. എന്നാൽ ബിജു പുറകിൽ നിന്ന് ചാടി ചെന്നു. But Biju jumped from behind and യേശുവിന്റെ നാമത്തിൽ ഈ ഭൂതത്തെ ശാസിക്കാൻ തുടങ്ങി. In the name of Jesus he rebuked the demon. അവൻ അധികാരത്തോടെ കൽപ്പിച്ചു. With an authority he commanded. ഈ മനുഷ്യൻ സൗഖ്യമായി. And this man was healed. ദുരാത്മാവ് വിട്ടുപോയി. The demon left him. ആളുകൾ ഓടി വരികയാണ് ഇവൻ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ. And people rushed to him that he may lay hands and pray for them. അപ്പോൾ ബിജു ഒന്ന് തൊടാൻ വേണ്ടി ആളുകൾ നിൽക്കുക. And people stood in a queue that Biju may touch them. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ ചർച്ചിലുണ്ട്, വരുന്ന ഞായറാഴ്ച അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വരാൻ പറഞ്ഞ ആൾക്കാർ. Pastor told everyone that he is in my church and next week he is going to preach. All of you come there to be prayed for. അടുത്ത ഞായറാഴ്ച ധാരാളം രോഗികൾ വന്നു. And many sick people came the next week. അവർക്ക് ബിജുവിനെയാണ് കാണേണ്ടത്. They wanted to see Biju.
അങ്ങനെ ബിജു പ്രസംഗിക്കുന്ന കാണണം. And they wanted to see Biju preaching. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണണം. They wanted to see him pray. അദ്ദേഹത്തിന്റെ കരങ്ങൾ സ്പർശിക്കുന്നത് They wanted his hands to touch him. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ സൗഖ്യമാകാൻ തുടങ്ങി. And then when he prayed, many people were healed. രോഗത്തിന്റെ ആത്മാവ് വിട്ടുപോകാൻ The തുടങ്ങി. spirit of sickness departed from them. അങ്ങനെ ബിജുവിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. God started using Biju. ഇന്നിപ്പോ ഞാൻ അറിഞ്ഞത് അദ്ദേഹം അവിടുത്തെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററായി മാറി. He is a very blessed pastor in that land now. ഇപ്പോൾ അദ്ദേഹം യുഎസ്എയിലേക്ക് പോയിരിക്കുകയാണ്. He's gone to the United States now. ഒരു മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്ത If the Lord anoints a person, ഇന്ന് രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. let's raise our hands and praise the Lord. ആമേൻ. യഹോവേ രക്ഷിക്കണമേ. God save us. ഞങ്ങൾക്ക് ശുഭത നൽകണമേ. Grant us a success. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ പറയുന്നു, ഒരു ശുഭകാലത്തിന്റെ ലക്ഷണം ആമേൻ ദൈവം കാക്കണം. Oh, the Lord watches over us is a sign of success. പ്രമാണം സൂക്ഷിക്കണം. To keep the law is a sign of success. പ്രമാണം സൂക്ഷിക്കുന്നവനെ ദൈവം ഈ ഭൂമിയിൽ ആമേൻ ശുഭകാലം നൽകി The one അനുഗ്രഹിക്കും. who safeguards the law and commandment of God, the Lord gives him a success in this life. ദാനിയേലിന്റെ ലൈഫ് ശുഭപ്പെട്ട ലൈഫായിരുന്നു. The life of Daniel was successful. ലേഖനം യോഹന്നാൻ പറയുന്നുണ്ട്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിനും ഒരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. John says in his epistle, oh dear, as your soul is good, let everything be good for you. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവ് ശുഭപ്പെട്ടാലും ശരീരം ശുഭപ്പെടണമെന്നില്ല. Even if you are well in your spirit, your body need not be well all the time. ഡോക്ടേഴ്സ് ഒക്കെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ എൻ്റെ ദൈവം മനസ്സിനെ തൊടുന്നവനാണ്. When doctors touch your body, my God touches your mind. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മനസ്സിനൊരു സൗഖ്യമുണ്ടാകണം. The Holy Spirit says that in your spirit you need a healing. അനാവശ്യ ടെൻഷൻസുകൾ ഇന്ന് രാത്രി ഓടി മാറണം. All unwanted tension should depart from you. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും വിട്ടുമാറണം. In the name of Jesus, every burden of your mind should go away from ഇന്ന് you. രാത്രി യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകണം.